ഹലോ ഗൈസ്, അപ്പോൾ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാനിലേക്കാണ്. അപ്പോൾ പാർട്ട് 1 എല്ലാവരും കണ്ട് അതിൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ എഴുതി അറിയിച്ചതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹോട്ടലാണ് ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ. നമ്മളുടെ നാട്ടിൽ താജ് ഹോട്ടൽ എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ തന്നെ പ്രൗഢിയും കാര്യങ്ങളൊക്കെയുള്ള ഒരു ഹോട്ടലാണ് ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ. ഇടത്തരം മുറികളും ലക്ഷറി മുറികളും ഒക്കെ ആയിട്ട് ഏകദേശം 300ഓളം മുറികളാണ് ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാനിൽ ഇപ്പോൾ ഉള്ളത്. 17 നിലകളിലായിട്ടാണ് ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് വരുമ്പോൾ എനിക്ക് ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാനിൽ താമസിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പല റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ മോശമായിട്ടുള്ള മെയിൻ്റനൻസ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ബുക്ക് ചെയ്ത് വരാൻ കാരണം. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു മുറി വാടകയ്ക്ക് കൊടുക്കുന്ന ഹോട്ടലിന് ഉപരിയായിട്ട് ഇതൊരു ചരിത്ര സ്മാരകമായിട്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്. നമ്മുടെ നേരെ ഇപ്പോൾ കാണുന്നത് ഒരു ഡാൻസ് ഹാളാണ്. ഈ ഡാൻസ് ഹാള് പണ്ട് ഇവിടുത്തെ ഒപ്ര ഹൗസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഒരു ഡാൻസ് ഹാളും മ്യൂസിയം ഒക്കെ ആയിട്ട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നു. ഇന്നെന്തോ കാരണവശാൽ ഷോയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഷോ ഒക്കെ കാണണമെങ്കിൽ നേരത്തെ കുട്ടി ബുക്ക് ചെയ്ത് വരേണ്ടതാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ നടന്നു പോകുന്നത് ഇവിടെ അടുത്തുള്ള പബ്ലിക് ലൈബ്രറി ഓഫ് ടഷ്കൻഡിലേക്കാണ്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ഇൻഡിപെൻഡൻസ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ്. അതും നമ്മളുടെ അമീർ തിമൂർ സ്ക്വയറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന ബ്രോഡ്വേ സ്ട്രീറ്റ്. നാട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ വൈഫ് ഉറപ്പിച്ചിരുന്നു ഇൻഡിപെൻഡൻസ് സ്ക്വയറും അമീർ തിമൂർ സ്ക്വയറും ഈ സ്ഥലങ്ങളൊന്നും കണ്ടില്ലെങ്കിലും എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം ബ്രോഡ്വേ സ്ട്രീറ്റാണെന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരം കരകൗശല കാര്യങ്ങളും പിന്നെ ഫുഡും എല്ലാം കൊണ്ടും സമ്പന്നമായിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് ഈ ബ്രോഡ്വേ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന ഓരോ കടകളും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ചെറിയ ചെറിയ പെട്ടിക്കടകളാണ്. പക്ഷേ അത് എന്തൊരു മനോഹരമായിട്ടാണ് ഒരേപോലെ ഒരു അടക്കും ചിട്ടയിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലേ. ഇതൊക്കെ ഗവൺമെൻറ് പ്രോപ്പർട്ടീസാണ്. ഇത് പല പല കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു വാടകയിലായിരിക്കും ഇവർ ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 500 മീറ്ററോ 1000 മീറ്ററോ നീളത്തിലാണ് ഈ ബ്രോഡ്വേ സ്ട്രീറ്റ് വരുന്നത്. അതിൻ്റെ ഒരു തുടക്ക ഭാഗം മാത്രമാണ് ഇത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പല പല കടകളും കാര്യങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയാണ് എവിടെ പോയി കഴിഞ്ഞാലും ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഒരു മാഗ്നറ്റ് മേടിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ഒരു അളമാരിയിൽ ഇങ്ങനെ മാഗ്നറ്റുകളുടെ കളക്ഷനാണ്. ഞങ്ങൾ പോയ ഓരോ സ്ഥലത്തിൻ്റെയും ഓർമ്മയ്ക്കായിട്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഒരു ചായക്കട കണ്ടത്. അപ്പോൾ അവിടെ എന്തായാലും കയറി എന്തെങ്കിലുമൊക്കെ കഴിച്ച്, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചും കുടിച്ചൊക്കെ ഇരിക്കാം എന്ന് തീരുമാനിച്ച് ഞങ്ങളൊരു കോഫി വാങ്ങിക്കുകയുണ്ടായി. അപ്പോൾ കോഫിയുടെ കൂടെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഇവിടുത്തെ ലവാഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളുടെ നാട്ടിലെ ഷവർമ്മ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഈ ലവാഷും. ഇതിൽ നിന്നൊക്കെ ലവാഷിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ നമ്മളുടെ ക്യാരറ്റും ബീൻസും എല്ലാം നീളനെ അരിഞ്ഞ് നല്ല അടക്കും ചിട്ടയിലുമാണ് ഈ ലവാഷിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. അതുകൂടാതെ ഒരു ലവാഷ് മേടിച്ച് കഴിഞ്ഞാൽ 2 പേർക്ക് സുഖമായി വയറ് നിറച്ച് കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ആ മീറ്റും കാര്യങ്ങളൊക്കെ നല്ല എല്ലാം ഒരു മിശ്രിതമായിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ലവാഷിൻ്റേത്. ഷവർമ്മ നമ്മൾ കഴിക്കുന്ന നാട്ടിലെ ഏറ്റവും ബെസ്റ്റ് ഷവർമ്മ എന്ന് പറയുന്ന പോലെയാണ് ഇത് ഞങ്ങൾക്ക് തോന്നിയത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നടത്തം തുടർന്നു. അപ്പോൾ ഭാര്യ ഓർമ്മിപ്പിച്ചു, കസാക്കിസ്ഥാനിൽ വെച്ച് ഒന്നും മേടിക്കാൻ സമ്മതിച്ചില്ല, എന്നാൽ ഉസ്ബെക്കിസ്ഥാനിൽ വരുമ്പോൾ മേടിച്ചോ എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും എനിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും പറഞ്ഞു കുഴപ്പമില്ല, എന്ത് വേണേലും വാങ്ങിച്ചോ, ഇഷ്ടം പോലെ ചിലവാക്കിക്കോ, കാരണം എല്ലാം വിലക്കുറവും കാര്യങ്ങളൊക്കെയാണ്.
അങ്ങനെ അവൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു പിസ്തേരെ ഐസ്ക്രീം മേടിച്ചു. ഏത് നാട്ടിൽ ചെന്നാലും അവിടുത്തെ ഐസ്ക്രീമിനും കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെ ആ ഐസ്ക്രീം കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടത്തുകാർ കൂടുതൽ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഐസ്ക്രീമല്ല, കൂടുതലും എന്താണോ ആ ഫ്ലേവറിൻ്റെ ഉറവിടമായിട്ടുള്ള ആ കാര്യമാണ് അതിൽ കൂടുതൽ ഇട്ടിട്ടുണ്ടാവുക. അതായത് ഇപ്പോൾ പിസ്തയുടെ ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പിസ്തയാണ് മുന്നിലോട്ട് നിൽക്കുന്നത്, പാലും കാര്യങ്ങളും അല്ല, പിസ്തയുടെ ആ ഒരു ടേസ്റ്റാണ് മുന്നിലോട്ട് നിൽക്കുന്നത്. എന്തോ നമ്മളുടെ നാട്ടിലെ ഐസ്ക്രീമുകളൊക്കെ കഴിച്ചിട്ട് എനിക്ക് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഐസ്ക്രീം അത്ര അങ്ങോട്ട് പിടിച്ചില്ല. എന്നിട്ട് ഞങ്ങളുടെ നടത്തവും കാര്യങ്ങളൊക്കെ തുടർന്നു. അപ്പോൾ ഈ വഴിയരികിലായിട്ട് ഇഷ്ടം പോലെ കലാകാർ പലതരം പടങ്ങളും കാര്യങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അത് ഈ ബ്രോഡ്വേ സ്ട്രീറ്റിൽ അങ്ങും ഇങ്ങും എല്ലായിടത്തും കാണാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ നമ്മളുടെ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലേക്ക് നടന്ന് കയറുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളും ഇല്ലാത്തതാണ്. പക്ഷേ ഞങ്ങൾ വന്ന ഈ സമയം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബർ 31, അതായത് ന്യൂ ഇയറിൻ്റെ ദിവസമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതിഗംഭീരമായിട്ടുള്ള ആഘോഷങ്ങളും കാര്യങ്ങൾക്കൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ. എല്ലാ വർഷവും ഈ സമയത്ത് ഈ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലാണ് ഇവിടുത്തെ ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കാറ്. ഉസ്ബെക്കിസ്ഥാൻ്റെ തന്നെ പല മേഖലയിൽ നിന്നും വന്ന പലതരം കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവരുടെ കടകളൊക്കെ ഒരു പ്രത്യേകതയുള്ള കടകളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ മിനി ട്രക്കുകളുടെ പിന്നിൽ വലിച്ചു കൊണ്ടുവന്ന തരം കടകളും കാര്യങ്ങളൊക്കെയാണ്. എല്ലാ കടകൾക്കും ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ പല മേഖലയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും വന്ന പലതരം കച്ചവടക്കാർ അവരിവിടെ ഇങ്ങനെ വിൽപ്പനയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. ഇന്ന് വൈകുന്നേരം 12 മണിയാകുമ്പോഴാണ് ഇവിടുത്തെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ. പക്ഷേ അതിനും കുറച്ചും കൂടെ മുന്നായിട്ട് ഇവിടെ സ്റ്റേജ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും നോക്കുമ്പോൾ പെപ്സി ബ്രാൻഡിങ്ങിലുള്ള ഒരു സംഭവമാണ് കാണുന്നത്. അപ്പോൾ പെപ്സിയാണ് ഈ വർഷത്തെ നമ്മളുടെ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ കുറേ ഉസ്ബെക്ക് ഫാമിലികളുടെ ഒപ്പം ഞങ്ങളും അതേ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നടന്നു തുടങ്ങി. അപ്പോൾ അതിമനോഹരമായിട്ടാണ് ഇവർ നമ്മളുടെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ ഒരുക്കിയിരിക്കുന്നത്. എത്ര പൈസ ചിലവായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും ഗംഭീരമായിട്ടുള്ള ആഘോഷങ്ങളും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ്. ഇവർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു പരിപാടി ന്യൂ ഇയറാണ്. നമ്മളുടെ നാട്ടിൽ അത്രയധികം ന്യൂ ഇയർ ആഘോഷിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ പോയിട്ടുള്ള പല കൺട്രീസും ന്യൂ ഇയർ എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു ആഘോഷമുള്ള ഒരു രാത്രിയാണ്. അപ്പോൾ നമ്മളുടെ നേരെ മുന്നിൽ 2025 ബാനറും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നതാണ് നമ്മളുടെ പബ്ലിക് ലൈബ്രറി ഓഫ് ടഷ്കെൻറ്റ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അമീർ തിമൂർ സ്ക്വയറിൽ നിന്ന് നമ്മുടെ ബ്രോഡ്വേ സ്ട്രീറ്റിലൂടെ നടന്നു വന്നത്. പക്ഷേ എന്തോ കാരണത്താൽ ഈ ഒരുക്കങ്ങളുടെയും കാര്യങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നമ്മളുടെ പബ്ലിക് ലൈബ്രറി അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഈ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറന്നു കൊടുക്കുന്നുള്ളൂ. കസാക്കിസ്ഥാനിലെ ഷിംബുലാക്കിലും പിന്നെ ഉസ്ബെക്കിസ്ഥാനിലെ നമ്മളുടെ അമീർ തിമൂർ സ്ക്വയറിലൊക്കെ നമ്മളുടെ ഫോട്ടോസ് എടുക്കുന്ന കുറേ തരം ഫോട്ടോഗ്രാഫേഴ്സിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുണ്ട് കുറേ ഫോട്ടോഗ്രാഫേഴ്സ്. ഇവരുടെ കഴുത്തിലൊക്കെ ഒരു ID കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു ഇവർക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കോമ്പൗണ്ടിലുള്ളൂ. അപ്പോൾ ഇവരുടെ ID കാർഡും കാര്യങ്ങളൊക്കെ ഉള്ളവരെ മാത്രമാണ് ഈ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലേക്ക് കടത്തിവിടുന്നത്. കുറേ നേരമൊക്കെ നമ്മൾ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലെ നല്ല അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ട് നടന്നു. അപ്പോൾ ഇതുമൊക്കെ കുറേ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ കാണുന്നതിലും മനോഹരമായിരിക്കും വൈകുന്നേരം എന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. അപ്പോൾ ഞങ്ങൾ എന്തായാലും നമുക്ക് ടാക്സിയും ബസ്സും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. കാരണം ഇന്നലെ പറഞ്ഞ പോലെ 9 മണിയാകുമ്പോഴേക്കും ഇവിടുത്തെ എല്ലാ കടകളും കാര്യങ്ങളൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ
എങ്ങനെയാണ് ഈ ന്യൂ ഇയർ രാത്രി എന്ന് നമുക്കറിയില്ല. നമുക്ക് എന്തായാലും നടന്നായാലും ഇവിടെ എന്തായാലും ഇന്ന് രാത്രി വരണം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ തിരിച്ചു പോകാൻ പോകുമ്പോഴാണ് അവിടെ കുറച്ച് പല പല വേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള കുറച്ച് പിള്ളേരെ കണ്ടത്. അപ്പോൾ അവരുടെ കയ്യിലൊക്കെ ഒരു ചെറിയ ക്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനുകാർ നമുക്ക് ഹായ് ഒക്കെ തരുവാണ്. അപ്പോൾ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻസിനോട് പ്രത്യേക ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്. ഇവർക്ക് കുറച്ച് കളറ് കുറഞ്ഞ ആൾക്കാരോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ലോകത്തെ ഒരു സ്ഥലത്തും നമുക്ക് കിട്ടാത്ത ഒരു അംഗീകാരവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പിള്ളേരുടെയിലൊക്കെ ഒരു ചെറിയ ക്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ അവർക്ക് പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പൈസയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വൈഫിനും ഒരു ഫോട്ടോ ഒക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഒരു ഫോട്ടോ എടുത്തേക്കാം എന്ന് തീരുമാനിച്ച് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ചെന്നു. അപ്പോൾ ഒരു ടിപ്പായിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി, അല്ലാതെ ഇന്ന കാശ് എന്നുള്ളതല്ല. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ പല പല ഗ്രൂപ്പുകളുണ്ട്, ഒരു ഗ്രൂപ്പ് തന്നെയല്ല. അപ്പോൾ പലരുടെയും അടുത്ത് പല പല പിള്ളേരും എല്ലാവരും വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ആ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, നമ്മളെ പ്രൊഫഷണലായിട്ട് എടുക്കുന്നവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിലൂടെ നടന്ന് ഞങ്ങൾ അടുത്തതായിട്ട് നമ്മൾ എല്ലാ രാജ്യത്ത് പോകുമ്പോഴും സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഒരു സൂപ്പർ മാർക്കറ്റ്. അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് കാണുക എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ തരം സാധനങ്ങളാണ് അവിടെ വിൽക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ നിത്യോപയോഗ സാധനങ്ങളാണ് അവിടുത്തെ നാട്ടുകാർ ഉപയോഗിക്കുന്നത് എന്നൊക്കെ അറിയാനും, പിന്നെ ഏതൊക്കെ ബ്രാൻഡുകളാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു കൗതുകം എൻ്റെ ഉള്ളിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അപ്പനും അതേ ഒരു സൂപ്പർ മാർക്കറ്റ് ഓണറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കടകളിൽ അവിടുത്തെ കടകളിൽ എന്തൊക്കെയാണ് വിൽപ്പന ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നേരെ നടക്കുകയാണ്. അപ്പോൾ KK എന്ന് പറഞ്ഞുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ KK എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോമും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ നേരെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞാൻ വളർന്നതും കാര്യങ്ങളൊക്കെ സൗദിയിലായിരുന്നതുകൊണ്ട് തന്നെ അവിടെ കണ്ടു വരുന്ന ഒരു പ്രത്യേക തരം ക്യാൻഡ് ഫുഡാണിത്. അതായത് ടൂണ അല്ലെങ്കിൽ ചൂര എന്നൊക്കെ നമ്മൾ പറയുന്ന മുള്ളില്ലാത്ത ഒരു മീനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതാണ് നമ്മുടെ കിൻഡറിൻ്റെ ശരിക്കുള്ള എഗ്ഗ്. ഈ കിൻഡർ ജോയ് എന്ന് പറഞ്ഞ് നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന സാധനമല്ല ഒറിജിനൽ. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ സാധനം ഇതാണ്. പല രാജ്യങ്ങളിലും ഇത് ബാൻ ചെയ്തതുകൊണ്ടാണ് നമ്മളുടെ നാട്ടിലൊക്കെ കിൻഡർ ജോയ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നാട്ടിൽ വന്നത്. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഈ കിൻഡർ സർപ്രൈസ് അല്ലെങ്കിൽ ഒറിജിനലിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ ഉള്ളത് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റിൻ്റെ പല തരം പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് മീറ്റ് സെക്ഷനിലോട്ടാണ്. അപ്പോൾ ഈ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ കുതിരയുടെ കാലാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രീമിയമായിട്ട് കിട്ടുന്ന ഇറച്ചി എന്ന് പറയുന്നത് കുതിര ഇറച്ചിയാണ്. നമുക്ക് നാട്ടിൽ മട്ടനുള്ള പോലെയാണ് ഇവിടുത്തെ കുതിര ഇറച്ചി. എന്നാൽ ബീഫും മട്ടനൊക്കെ ഇവിടുത്തെ കോമൺ മീറ്റ് വർഗ്ഗങ്ങളിൽ പെടുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഈ മീറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാളെ പരിചയപ്പെട്ടത്. അയാൾ പരിചയപ്പെട്ടപ്പോൾ നമുക്കൊരു പാട്ടും കാര്യങ്ങളൊക്കെ പാടിത്തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അയാളുടെ പാട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർമ്മയില്ലേ, നമ്മളുടെ നാട്ടുകാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഉസ്ബെക്കിസ്ഥാനുകാർക്ക്. അപ്പോൾ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പ്രായമായ ആൾക്കാർക്കാണ് ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെയുള്ള ആൾക്കാർ. എന്നാൽ ഇന്നത്തെ ജനറേഷനും ഉണ്ട്, പക്ഷേ അത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ നമ്മളെ കണ്ടപ്പോൾ തന്നെ ഒരു ഹിന്ദി പാട്ടൊക്കെയാണ് പാടിയത്. ആ ഹിന്ദി പാട്ട് എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വരികൾ കറക്റ്റായിട്ട് അറിയില്ല. ആ ഒരു സമയത്താണ് ഉസ്ബെക്കിസ്ഥാനിലെ ഒരു പൗരൻ
ഹിന്ദി പാട്ട് കാണാപ്പാഠം പഠിച്ച് വൃത്തിക്ക് നമ്മളുടെ മുന്നിൽ പാടിത്തരുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടുത്തെ ഒരു ബസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ നമ്മളുടെ ഹോട്ടലിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഈ മാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡുകളുടെയൊക്കെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ പുറത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ കൊതിയായിട്ടാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറിയത്. അപ്പോൾ ആദ്യം വൈഫ് ഒരു സൂപ്പാണ് ഓർഡർ ചെയ്തത്. ഒരു മീറ്റ് സൂപ്പാണ്. എന്തൊക്കെയാണോ ഇട്ടേക്കുന്നതെന്ന് നമുക്കറിയില്ല. ഞാനാണെങ്കിൽ സേഫർ സൈഡായിട്ട് നോക്കി ഒരു ബീഫ് കബാബാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള കബാബുകൾ നമ്മളുടെ നാട്ടിലുണ്ടെങ്കിൽ കൂടി കബാബ് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മളുടെ നാട്ടിലെല്ലാവരും കൊണ്ടുവരുന്നത് ചങ്ക് പീസുകൾ, കുറേ മീറ്റ് പീസുകൾ ഇങ്ങനെ കോലുമ കുത്തിയിട്ടുള്ള സംഭവത്തിനെയാണ് നമ്മളുടെ അവിടെ കബാബ് എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ അറേബ്യൻ ഫുഡുകളിലുള്ള കബാബ് ഇത്തരത്തിലുള്ള കബാബുകളാണ്. ഇത് നമ്മളുടെ മീറ്റും പല സ്പൈസസും ഇതൊക്കെ നന്നായി അരച്ച് ഈ കമ്പീമെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് കനലിൽ ചുട്ടെടുക്കുന്ന തരം ഒരു കബാബാണ്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് 2 കബാബും കാര്യങ്ങളൊക്കെയാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളുടെ നാട്ടിൽ കിൻഡർ ജോയ് എന്ന് പറഞ്ഞ് വിൽക്കുന്ന സാധനത്തിൻ്റെ ഒറിജിനൽ സാധനം ഇതാണ്. ഇത് പണ്ട് ഞങ്ങൾ സൗദിയിലായിരുന്നപ്പോൾ ഈ സാധനം ഉണ്ടായിരുന്നു. ഇതാണ് ശരിക്കുള്ള സാധനം. പക്ഷേ നമ്മുടെ അവിടെ വില കുറയ്ക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇതെങ്ങനെ ഇരിക്കണേന്നുണ്ടോ, കണ്ടോ, ഫുൾ ചോക്ലേറ്റ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ണി പോലെ മുട്ട കാണിച്ചത് കണ്ടോ. ഇനി ഇതിൽ ടോയ് ഉണ്ട്. ഇത് മുട്ട, ഇതിൻ്റെ ഉള്ളിൽ ടോയ് കട്ട് ചെയ്തു. എന്നിട്ട് ഈ ഉണ്ണി തുറക്കാൻ പോകട്ടെ. ഇനി ഉണ്ണിയിലാണ് നമ്മളുടെ സർപ്രൈസ്. ഓക്കെ, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, മാപ്പ് ഉണ്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള. ഞങ്ങൾ പിള്ളേരായിരുന്നപ്പോൾ ഇതൊക്കെ കളിക്കാറുണ്ട്. എന്താണെന്ന് അറിയില്ല, ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ്. പാലിൻ്റെയൊക്കെ പടം കൊടുത്തിട്ടുണ്ട്, ഒരു ബെയറിൻ്റെ. കേക്കാന്ന് തോന്നുന്നുണ്ട്. കേക്ക് ചോക്ലേറ്റ് ഫില്ലിങ്. നമ്മളിപ്പോൾ നേരെ നടക്കുന്നത് നമ്മളുടെ ഇൻഡിപെൻഡൻസ് സ്ക്വയറിലേക്കാണ്. അപ്പോൾ ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ കയറി പോവാം എന്ന് പ്ലാൻ ചെയ്ത് പോവുകയാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് 31 ഡിസംബർ 31. ഞങ്ങൾ ടഷ്കെൻഡിലാണ്. അപ്പോൾ ഇവിടുത്തെ ന്യൂ ഇയർ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ്. സമയം ഏകദേശം ഒരു 8:45 ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞ് നേരെ ഇവിടുത്തെ മെയിൻ ലൈബ്രറി, നാഷണൽ ലൈബ്രറിയുടെ അടുത്താണ് ഇവിടുത്തെ ന്യൂ ഇയർ ആഘോഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് ഇത്രയും നൈറ്റ് പുറത്തിറങ്ങുന്നത്. കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ ഏകദേശം ഒരു 9 മണിയാകുമ്പോഴേക്കും എല്ലാം അടച്ച് പോവും. നമുക്ക് അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഒരു ബസ് പിടിച്ച് പോകാമെന്നാണ്. ഇപ്പോൾ ബസ്സുകൾ കിട്ടും, തിരിച്ചു വരുമ്പോൾ ടാക്സി എടുക്കാമെന്ന്. ഇവിടുത്തെ ബസ്സുകൾക്ക് ആകെ എത്ര 12, 2 പേർക്കും കൂടെ 12 രൂപ ആവുള്ളൂ. ഒരാൾക്ക് 6 രൂപ വീതം. അപ്പോൾ
kechasida yurtdoshlarimiz bilan birgalikda siz ham ishtirok etsangiz. Salomat bo'ling. Umid uzun qizlari va omon aylana. Qo'llab-quvvatlaganlaringiz uchun